കാറ്ററിംഗ് സ്ഥാപനങ്ങളുണ്ട്. കാറ്ററിംഗ് സ്ഥാപനം ഇന്ന് വിറക് വെച്ച് തൽക്കാലം ഇന്ന് അഡ്ജസ്റ്റ് ഓടിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. ഇവരുടെയൊക്കെ തൊഴിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അതിനെ അതിജീവിക്കാനുള്ള പരിശ്രമം നമുക്കിത് ബാധിച്ചില്ല എന്നുള്ള രീതിയിൽ തന്നെ പോകും. ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മുടെ ഷാപ്പുകൾക്ക് ഒരു സംരക്ഷണം കൊടുത്തുകൊണ്ട് തന്നെ പോകും. ഇത് നമ്മളാരും തന്നെ ലാഭം ഉണ്ടാക്കാനോ ഒന്നും തന്നെ കിട്ടുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നടത്തുന്ന ഒരു സ്ഥാപനം. ഞങ്ങൾ കുറെ സ്റ്റാഫുകൾ നമ്മുടെ ജീവിത മാർഗമാണ്. ഇപ്പൊ 2 ദിവസങ്ങൾ ഗ്യാസ് ഇല്ലെങ്കിൽ അതിൻ്റെതായ പറ്റും അവർ ചെയ്യും. നമസ്കാരം. പശ്മേഷ്യൻ യുദ്ധം കനക്കുന്നതോടെ ആശങ്കയിലാകുകയാണ് ജനങ്ങൾ. സാധാരണഗതിയിൽ മലയാളികൾക്ക് ആശങ്ക എന്ന് പറയുമ്പോൾ പ്രവാസികളുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയാണ് എന്നുള്ളതൊക്കെയായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ. പക്ഷെ അങ്ങനെയല്ല. പ്രവാസ ലോകത്ത് നിന്ന് മാറി ഇപ്പോൾ കേരളത്തിലേക്കും ഈ യുദ്ധത്തിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ തലസ്ഥാനത്തെ പല കടകളും റെസ്റ്റോറന്റുകളും ഒക്കെ അടച്ചിട്ടിരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പല വിഭവങ്ങളുടെയും തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരൊറ്റ കാരണമാണുള്ളത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടുകൂടെ ചരക്ക് കപ്പലുകൾ കടത്തിവിടാതെന്ന സാഹചര്യമാണ്. അങ്ങനെ ചരക്ക് കപ്പൽ എത്താത്തതിന്റെ ഭാഗമായിട്ട് ഇന്ധന ലഭ്യതയിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തുന്നത്. ഈ ഇന്ധന ലഭ്യത കുറഞ്ഞതോടുകൂടെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കടകൾക്ക് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും പൊതുജനങ്ങൾക്ക് ഇത് എത്തരത്തിലാണ് ബാധിക്കുന്നത് എന്നതിലേക്ക് ഇവിടെയും ഗ്യാസ് വളരെ ദയനീയമായ അവസ്ഥയിലാണ് പോകുന്നത്. 1-2 ദിവസം കൂടി നമുക്ക് തികയുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ നമ്മൾ ഒരു ഭാഗികമായിട്ട് മാത്രമേ ഇതിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നുള്ള നിലയിൽ നമ്മുടെ അറിയിപ്പ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിറകിലേക്ക് പോവുക. നമ്മൾ തിങ്കളാഴ്ച മുതൽ വിറകടുപ്പ് ഉണ്ടാക്കി പഴയ നിലയിൽ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം ഇവിടെ എല്ലാം കൂടെ 10 സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് സ്റ്റാഫുണ്ട്. ഇവരുടെയൊക്കെ തൊഴിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അതിനെ അതിജീവിക്കാനുള്ള പരിശ്രമം നമ്മുടെ മാനേജ്മെന്റ് ഇത് NSS നടത്തുന്ന ഒരു വുമൺ എംപവർമെന്റ് പ്രോഗ്രാം ആ നിലയിൽ വളരെ ദരിദ്രരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് വർക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് നിർത്തുക എന്ന് പറയുന്നത് കുറേ ആളുകൾ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം. ഇത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല. ആ നിലയിൽ തന്നെ നമ്മൾ പരമാവധി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ 1-2 ദിവസം കൂടി മാത്രമേ കഴിയൂ. നമ്മളിതിനെ അതിജീവിക്കാൻ നമ്മൾ പഴയ നാടൻ രീതിയിലേക്ക് പോകാനേ മാർഗമുള്ളൂ. ഞങ്ങളിപ്പോ അടുപ്പ് സെറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. 1-2 ദിവസങ്ങളിൽ അടുപ്പ് വെച്ച് തീ കത്തിച്ച് ആഹാരം പാകം ചെയ്യുന്ന ഒരു നിലയിലേക്ക് എത്തുകയാണ്. അപ്പം നമ്മളിവിടെ ഉച്ചയ്ക്ക് സാധാരണ സ്ഥിരമായ സദ്യയാണ്. ഒരു വിവാഹ സദ്യ പോലുള്ള സദ്യയാണ് എല്ലാ ദിവസവും കൂടുതലായിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഈ അടുപ്പിലേക്ക് പോകുമ്പോൾ പൂർണ്ണമായ സദ്യ കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ നമ്മളൊരു കേരള മീൽസ്, ഒരു മിനി മീൽസിന്റെ സ്റ്റൈലിലുള്ള ഭക്ഷണം മാത്രമേ തിങ്കളാഴ്ച മുതൽ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഈ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിൽ നമ്മൾ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനെ അതിജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയാണ്. കുറേ പാവപ്പെട്ട ആളുകളുടെ ജീവിത മാർഗമാണ് ബന്ദ കഫേ എന്ന് പറയുന്നത്. അതാണ് ഇദ്ദേഹമാണ് ഇതിന്റെ ചുമതലക്കാരൻ. ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ കറക്റ്റ് പഴയ പോലെ കൊടുക്കുകയാണ്. ഗ്യാസിന്റെ വളരെ കുറവ് കുറ്റികളെ ഇല്ല, തീർന്നു. ഇപ്പൊ വരുന്നില്ല. 3 ദിവസം കൊണ്ട് ഗ്യാസ് ഇല്ല. പഴയ സ്റ്റോക്കുകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വരുന്നവരെ ഇപ്പൊ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് വിടുകയാണ്. അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ പാരലായിട്ട് അപ്പുറത്ത് തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ സ്ഥാപനമുണ്ട്. അവിടെ വിറവ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഷീറ്റ് ഇട്ട് ഒരു പ്രത്യേക ടാപ്പാളിൽ കൊടുത്തു, അല്ലെങ്കിൽ ഷീറ്റ് തന്നെ കൊടുത്തിട്ട് അടുപ്പുകൾ ഉണ്ടാക്കി അത് വെച്ച് നമ്മൾ മാനേജ് ചെയ്ത് തിങ്കളാഴ്ച മുതൽ പരിപൂർണമായിട്ടല്ല ഭാഗികമായിട്ട് പ്രവർത്തിക്കും. നമുക്കിത് ബാധിച്ചില്ല എന്നുള്ള രീതിയിൽ തന്നെ പോകും. ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മുടെ ഷാപ്പുകൾക്ക് ഒരു സംരക്ഷണം കൊടുത്തുകൊണ്ട് തന്നെ പോകും. ഇത് നമ്മളാരും തന്നെ ലാഭം ഉണ്ടാക്കാനോ ഒന്നും തന്നെ കിട്ടുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നടത്തുന്ന ഒരു സ്ഥാപനം. അതുപോലെ ഗ്യാസിന്റെ ഒരു പ്രതിസന്ധി ഉണ്ട്. അത് തരണം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ഒരു സ്റ്റാഫ് എന്നുള്ള നിലയിൽ എന്തെങ്കിലും ആശങ്ക ഉണ്ടോ? ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. 2 ദിവസം കൂടെ ഗ്യാസ് കാണും. അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ വിറകില്ലെങ്കിലും മുന്നോട്ട് പോകും. അടയ്ക്കൊന്നുമില്ല. എന്റെ പേര് ശ്രീദേവി. ഞങ്ങൾ കുറെ സ്റ്റാഫുകൾ നമ്മുടെ ജീവിത മാർഗമാണ്. ഇപ്പൊ 2 ദിവസങ്ങൾ ഗ്യാസ് ഇല്ലെങ്കിൽ അതിൻ്റെതായ പറ്റും അവർ ചെയ്യും. ഞങ്ങൾക്ക് തുടർന്ന് പോയേ പറ്റുള്ളൂ. എളുപ്പമായിരിക്കും.
കിട്ടിയാൽ അത് അത്രയും നല്ലത്. ക്ലോസ് ചെയ്യാൻ ഗ്യാസ് ഇല്ല. അതുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്നവര് ഇന്നലെ രാവിലെ വരെ നടത്തിയിട്ട് അതിനുശേഷം ക്ലോസ് ചെയ്ത് വിട്ടു. ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്ന അങ്ങനെ എന്തെങ്കിലും സൂചനകളൊക്കെ ലഭിച്ചിരുന്നു? ഒന്നുമില്ല. അവർക്ക് പറഞ്ഞു, ഹോട്ടലിൽ നടത്തുന്നവർക്ക് പറഞ്ഞു ഇന്ന് എപ്പോഴെന്ത് കിട്ടും, എങ്ങനെ കിട്ടുമെന്നുള്ളു. ഇപ്പൊ ഈ തുറന്നു വച്ചിരിക്കുന്നതൊക്കെ കൂടിപ്പോയ ഒരു ദിവസം 2 ദിവസമൊക്കെ പോകുമായിരിക്കും. അത് കഴിഞ്ഞാൽ അത് പോക്കാം. ആശങ്കയുണ്ടോ? ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ഈ ലോഡ്ജും കൂടെ പൂട്ടിയിടേണ്ടി. കാരണം ജീവനക്കാർക്ക് ഭക്ഷണം കിട്ടാതെ ലോഡ്ജിലെ ജീവനക്കാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. റെസ്റ്റോറൻറ്റിലെ ജീവനക്കാരെല്ലാം തമിഴ്നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും പോയി ഇന്നലെ. ബിസിനസ്സാകെ താളം തെറ്റുന്ന അവസ്ഥയിലേക്കാണ്. സംശയം ഇനിയിപ്പോ ഇവിടെ നിന്ന് റൂംസ് ഒന്നും എടുക്കാനും ഭക്ഷണം കിട്ടാതെ എന്ത് ചെയ്യാൻ പറ്റും? ഈ കട നടത്തുന്നത് വേറെ ആരെങ്കിലും ആണോ? എന്റെ ഓണർ വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ട്. അവരെന്താ പറഞ്ഞിട്ട് പോയിട്ട്? എന്ത് പറയാൻ, ഗ്യാസ് വന്നാൽ കട തുറക്കും. അല്ലാതെ ഗ്യാസ് വരാതെ കട തുറക്കാം. ഗ്യാസ് കിട്ടാനുള്ള അതോറിറ്റിയായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവര് സംസാരിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും നിലവിൽ 2 ദിവസമായിട്ട് കട ക്ലോസ് ആണ്. 2 ദിവസം കൊണ്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കും. എപ്പോൾ തുറക്കുന്ന ഒരു പിടുത്തം. ആൾക്ക് നട്ടുച്ച സമയമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടെയാണ് ഹോട്ടലുകളെ സംബന്ധിച്ച ഈ ഒരു സമയം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾക്കിപ്പോൾ നോക്കിയാൽ കാണാം ഇവിടെയൊന്നും ഒരു ജോലിക്കാര് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ചേട്ടാ, ഗ്യാസ് തന്നെയാണോ ഇവിടുത്തെയും പ്രശ്നം? ഗ്യാസ് തന്നെയാണ് വിഷയം. ഇവിടെ വിഷയം ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് ഇന്ന് കടകളെല്ലാം പൂട്ടിയിട്ടേക്കുക. ഗ്യാസ് കിട്ടാത്തത് കടകളെല്ലാം പൂട്ടില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് ഒരു 10-200 ആൾക്കാർ ഊണഴിക്കാൻ വേണ്ടി വരുന്ന, ഇവിടെ ഇലയൊക്കെ ഭക്ഷണം കൊടുക്കുന്ന 10-200 ആൾക്കാർ ഊണഴിക്കാൻ വരുന്ന ഒരാൾ പോലും ഇപ്പം വലിയ വിഷമം തോന്നുന്നത് ഗ്യാസ് ഇല്ലാത്തതിന്റെ കട കിട്ടും. എന്തെങ്കിലും ഇതിനൊരു ബദൽ സംവിധാനം ബജറ്റ് സംവിധാനം ഇപ്പം വിറകിലോട്ട് പോകണം. പക്ഷെ വിറകിലോട്ട് പോകണമെങ്കിൽ കുറെ മാറ്റങ്ങൾ ഈ ഷെഡിൽ തന്നെ ഉണ്ടാക്കേണ്ടി വരും. വലിയ വലിയ ബാധ്യതയാണ്, വലിയ പ്രതിസന്ധി തന്നെയാണ്. തൊഴിലാളികൾക്ക് എങ്ങനെയാണ്? തൊഴിലാളികളെല്ലാം ലീവ് കൊടുത്തു വിട്ടേക്കുക. എല്ലാം വെളിയിൽ നിന്നുള്ള ഹിന്ദിക്കാർ തൊഴിലാളികളാണ്. അവരൊക്കെ ഇപ്പം ലീവ് കൊടുത്തു. അവരിന് തിരിച്ചു വരുമോ ഇല്ല അറിയില്ല. അത് നാട്ടിൽ പോകുന്ന അറിയില്ല. ഇലക്ഷനൊക്കെ അല്ലേ, നാട്ടിൽ പോയില്ലെന്ന് അറിയില്ല. ഇതിപ്പോ ഇന്നാണോ ക്ലോസ് ചെയ്തത്? ഇതിന്ന് ക്ലോസ് ചെയ്തു. ഇന്ന് ക്ലോസ് ചെയ്തു. കാറ്ററിംഗ് സ്ഥാപനങ്ങളുണ്ട്. കാറ്ററിംഗ് സ്ഥാപനം ഇന്ന് വിറക് വെച്ച് തൽക്കാലം ഇന്ന് അഡ്ജസ്റ്റ് ഓടിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്ന് ഗ്യാസ് കഴിഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞോണ്ട് ഗ്യാസ് തീർന്നു, പൂർണ്ണമായും തീർന്നു. പൂർണ്ണമായും തീർന്നുകൊണ്ടാണ് കുട്ടിയത്. ആ ചായ ഉണ്ട്, ചായ പോലും നിർത്തി വെച്ചതിന്റെ കാരണം ഗ്യാസ് കിട്ടാതെ. തന്നെയാണ് എല്ലാ കടകളും. നമ്മളിപ്പോൾ നിൽക്കുന്നത് B6 ശാസ്തമംഗലത്തുള്ള B6-ലാണ്. ഇതുപോലെ നിരവധി കടകളാണ് തലസ്ഥാനത്തെ പല ഭാഗങ്ങളിലായിട്ട് പൂട്ടിയിട്ടിരിക്കുന്നത്. ചില കടകളിലൊക്കെ വിറക് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കട മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണ്, സമയം പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് ആ യുദ്ധഭാഗമായിട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലും അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.